നമസ്കാരം. ഇന്ന് മാർച്ച് 4 അഞ്ചാം ചന്ദ്ര ദിനമാണ്. ചൊവ്വാഴ്ച കൂടി ആയതിനാൽ ഇന്ന് ചില രാശിക്കാർക്ക് ചൊവ്വാഗ്രഹത്തിന്റെയും ഹനുമാൻ സ്വാമിയുടെയും കടാക്ഷം അഥവാ അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. കൂടാതെ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചന്ദ്രൻ മേടം രാശിയിലേക്കാണ് മാറുന്നത്. അതിനൊപ്പം ശുഭകരമായ ഭരണി നക്ഷത്രം കൂടിയാണ് ഇന്ന്. ശുക്രനും വ്യാഴവും തമ്മിലുള്ള സ്ഥാനം നിമിത്തം രാജയോഗം രൂപപ്പെടുന്നു എന്നതാണ് വാസ്തവം. ഐന്ദ്ര യോഗത്തിന്റെ സാന്നിധ്യം ഈ ദിവസത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കുന്നതാണ്. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഹനുമാൻ സ്വാമിയുടെയും ഇന്ദ്രദേവന്റെയും അനുഗ്രഹങ്ങൾ ഇവരെ തേടിയെത്തും. ഈ അനുകൂലമായ ഫലങ്ങൾ, സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നതായ ആ രാശിക്കാരെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇന്നേ ദിവസം കർമ്മരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങും എന്നതാണ് വാസ്തവം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂല ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. ജോലിയുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ആർജിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളും ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. ജോലി മാറ്റം ഉൾപ്പെടെ അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് ശ്രമിക്കുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ സഹായകരമായി തീരും. കടബാധ്യതകൾ അല്പം വീർപ്പ് മുട്ടിക്കുന്നു എന്നത് വാസ്തവമാണ്. അത്തരത്തിലുള്ള ചില കടബാധ്യതകളിൽ ചിലതെങ്കിലും കൊടുത്ത് തീർക്കുവാനോ സമയം നീട്ടി കിട്ടുവാനോ സാധ്യത കൂടുതലാണ്. കുടുംബത്തിന്റെ പിന്തുണ കൂടാതെ ആഗ്രഹം നിറവേറ്റുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയം. എന്നാൽ ഈ സമയം പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതെ അല്പം കൂടി ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ബുദ്ധിയും വാക്ചാതുര്യവും വളരെയധികം പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ഇത്. പല ജോലികളും പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ നടക്കാതെ മാറ്റി വച്ചിരിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ചിലതെങ്കിലും പൂർത്തിയാക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പലവിധ കാര്യങ്ങളിലും പരിശ്രമങ്ങൾ നടത്തിയിട്ടും വിജയിക്കാത്തതായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകളുണ്ട്. അപരിചിതരായ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അവസരങ്ങൾ, അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. മത്സരങ്ങളിലും പരീക്ഷകളിലും പങ്കെടുക്കുന്നവർക്ക് അഭിമാനിക്കാനുള്ള അവസരം തന്നെയാണ് വന്നു ചേരുക. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക അഭിവൃദ്ധിയോ അല്ലെങ്കിൽ ചില വ്യക്തികൾ മൂലമുള്ള സഹായങ്ങൾ ലഭിക്കുക, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ദുരിതങ്ങളെ ഒഴിവാക്കുവാനും ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. ചില വ്യക്തികൾ മൂലം അനുകൂലമായ സാഹചര്യങ്ങൾ, ധനപരമായ സാഹചര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. പുതിയ തൊഴിലിനുള്ള അവസരങ്ങൾ തേടിയെത്താം. മനസ്സിനെ അലോസരപ്പെടുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയോ പല വീഴ്ചകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കുകയോ ചെയ്യാം. ഇത്തരത്തിൽ കാര്യങ്ങൾ പൊതുവിൽ ശുഭകരമായി ഭവിക്കുന്ന സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷ നൽകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ സഹായകരമായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം.
ലാഭകരമായി തീരുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ലാഭം നൽകുന്നതായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വരും ദിവസങ്ങളിൽ വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം പിന്തുണ ആർജിക്കുവാൻ സാധിക്കും. സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പിന്തുണ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ ചില അനാവശ്യമായ ചിലവുകൾ നിങ്ങൾക്കുണ്ട്. അത്തരം ചിലവുകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അധിക ചെലവുകൾ ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുവാൻ സാധിക്കും. ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പുതിയ പദ്ധതി, സംരംഭം, ആശയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. വരുമാനത്തിൽ വർധനവ് വന്ന് ചേരുന്ന സമയമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പിന്തുണ ആർജിക്കുവാൻ സാധിക്കും. അത് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ അല്ല മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും പിന്തുണ പല കാര്യങ്ങളിലും ആർജിക്കുവാൻ സാധിക്കും. ജോലി മാറുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യമുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയമാകുന്നു. അവസരങ്ങളാണ് വന്നു ചേരുക. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് നീങ്ങണം. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യകാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാർക്ക് വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ, ബഹുമാനം, അംഗീകാരം ലഭിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഏറെക്കാലമായി ചെയ്തിരുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂല ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ഗുണകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്വാധീനം, ബഹുമാനം വർദ്ധിക്കുന്ന സമയമാണ്. മേലധികാരികളുടെ പൂർണ്ണമായ പിന്തുണ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കും. സാമ്പത്തിക പദ്ധതികൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അധിക വരുമാന മാർഗം കണ്ടെത്തുവാൻ സാധിക്കും. സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, സ്നേഹം, പരസ്പര വിശ്വാസം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം ചില തർക്കങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അപ്രതീക്ഷിതമായി ചില സഹായം ആവശ്യം വരികയും അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം പോലും വന്നു ചേരാം. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്കാർക്ക് ഇന്നേ ദിവസം അനുകൂലമായ സാഹചര്യങ്ങൾ രൂപം കൊള്ളുന്ന ദിവസമാണ്. പല കാര്യങ്ങളും അനുകൂലമായി വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം. വരുമാനവും ചെലവുകളും ഒരു പരിധിവരെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. സന്തുലിതാവസ്ഥ കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില കുടിശ്ശികകൾ അത് കൊടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കച്ചവടവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, ലാഭകരമായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട് വായ്പകൾക്കായുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കാണാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കഴിവുകൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കഴിവുകൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുകയും അത് നേട്ടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലാഭം നേടിയെടുക്കുവാനുള്ള ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായം, പിന്തുണ തുടങ്ങിയ കാര്യങ്ങളും ആർജിക്കുവാൻ സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു.